അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. നമുക്കിന്ന് 4ാമത്തെ യൂണിറ്റ് പഠിക്കാം. 4ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? വാത്സല്യമുള്ള പക്ഷി. അത്തൂറുൽ ഹനൂൻ, വാത്സല്യമുള്ള പക്ഷി. അപ്പോൾ 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? അന മഅക. അന ഞാൻ, മഅക നിന്നോടൊപ്പമാണ്. ഐ ആം വിത്ത് യു. ഒന്നാമത്തെ ചാപ്റ്ററിലെ അന മഴക്ക എന്നുള്ള ചാപ്റ്ററല്ലേ, എന്തൊക്കെ കാണുന്നുണ്ട് ഈ പിക്ചറിൽ? നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ട്രീ കാണുന്നുണ്ടല്ലേ? ഒരു മരമുണ്ട്. മരത്തിൻ്റെ പൊത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരോ മരത്തിലുണ്ടല്ലേ. അപ്പോൾ മരത്തിനകത്തിരിക്കുന്ന ആൾ എന്തോ പറയുക. ഒന്ന് വായിച്ച് നോക്കിക്കേ. യാ ഹബീബി, അല്ലയോ കൂട്ടുകാരാ. അനഫി ഇന്തിലാരിക്ക. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. അടുത്ത പിക്ചറിൽ എന്തൊക്കെ കാണുന്നു നമുക്ക് വായിച്ചാലോ? ഹബ്ബത്തി റീഹു. റീഹ എന്ന് പറഞ്ഞാൽ കാറ്റ്. ഹബ്ബത്തി വീശി, കാറ്റടിച്ചു. മാലത്തിൽ അസ്ജാറു. മാലത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിഞ്ഞു. മാല ചരിഞ്ഞു അല്ലെങ്കിൽ ചാഞ്ഞു. അൽ അസ്ജാറു ഷജറത്തുൻ ട്രീ, അസ്ജാറ് ട്രീസ്. മരങ്ങൾ ആടിയുലഞ്ഞു. നസലൽ മത്തറു. മത്തർ മഴ. നസലൽ മത്തറു മഴ പെയ്തു. ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? മഴ പെയ്യുന്നുണ്ട്, മരങ്ങൾ കാറ്റത്ത് ആടിയുലയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? അടുത്ത പിക്ചറിലേക്ക് നോക്കിക്കേ. സഖത്തത് ഷജറത്തുൻ. സഖത്തത് ഒടിഞ്ഞു വീണു. ഷജറത്തുൻ മരം എന്ത് ചെയ്തു? വീണു. ഫസഖത മഅഹ ബുഖീറുൻ. അതിൻ്റെ കൂടെ മഅഹ അതിനോടൊപ്പം എന്ത് ചെയ്തു? ഫസഖത ബുഖീർ. ബുഖീർ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ. വേഴാമ്പൽ എന്ത് ചെയ്തു? വേഴാമ്പലും മരത്തിനോടൊപ്പം താഴെ വീണു. മരത്തിൻ്റെ പൊത്തിനകത്തിരുന്ന് വിളിച്ചത് ആരാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ബൂക്കീർ, വേഴാമ്പലായിരുന്നു അത് കേട്ടോ. ഇനി ബൂക്കീറിന് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഈ സൗണ്ടൊക്കെ കേട്ട് അതിനടുത്തൂടെ പറന്നു വന്നിരുന്ന കാക്ക ഉറാബ് എന്ത് ചെയ്തു? വേഗത്തിൽ അങ്ങോട്ട് വന്നു. അസ്ര ഉറാബുൻ. കാക്ക എന്ത് ചെയ്തു? വേഗത്തിലെത്തി. ഇലേഹി, എവിടാ? മരം ഒടിഞ്ഞു വീണ ബൂക്കീറിൻ്റെ മേളിൽ കൂടെ മരം വീണില്ലേ, അവിടേക്ക് ആരെത്തി? ഹുറാബെത്തി. പിന്നെയോ കാക്ക ചിന്തിക്കുക, മാ ഹദസ. അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചിന്തിക്കുക. എന്നിട്ട് എന്താ ചെയ്തത്? ദഅൽ ഹുറാബു അസ്തിഖാഇഹി. ദഅ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിച്ചു. അൽ ഹുറാബു കാക്ക വിളിച്ചു. അസ്തിഖാഉ അവൻ്റെ കൂട്ടുകാരെ കൂടെ എന്ത് ചെയ്തു? ഈ സംഭവം കണ്ടിട്ട് വിളിച്ചു. എന്നിട്ടോ അൻഖദൽ ഖിർബാനു അൽ ബുഖീറ. അൻഖദ രക്ഷപ്പെടുത്തി. അൽ ഖിർബാൻ ഉറാബിൻ്റെ ജംആണ് ഖിർബാൻ. ഉറാബൻ കാക്ക, ഖിർബാൻ കാക്കകൾ. അൽ ബുഖീറ ബുഖീറിനെ എന്ത് ചെയ്തു? കാക്കകൾ എല്ലാവരും കൂടെ രക്ഷിച്ചു. ചിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അല്ലേ? പിന്നെ എന്താ സംഭവിച്ചതെന്നറിയണ്ടേ? അങ്ങനെ കാക്കകൾ എല്ലാവരും കൂടെ ബുഖീറിനെ പൊക്കിയെടുത്ത് എവിടെ കൊണ്ടുപോയി? കാക്കകളുടെ കൂട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ? ചിത്രത്തിലേക്ക് നോക്കിക്കേ. എന്നിട്ട് എന്താ ചെയ്തത്? ഫവസലൽ ബുഖീറ. ബുഖീറിനെ വെച്ചു. ഇലൽ ഉഷിൽ ഖുറാബി കാക്കയുടെ കൂട്ടിൽ. സാലിമൻ രക്ഷപ്പെട്ടവനായ നിലയിൽ. അതായത് വേഴാമ്പലിനെ രക്ഷപ്പെടുത്തി കാക്കയുടെ കൂട്ടിലാണ് കാക്കകൾ കൊണ്ടുചെന്ന് വെച്ചത്. പിന്നെയോ നെക്സ്റ്റ് പിക്ചറിലേക്ക് നോക്കിക്കേ. കാക്ക വേഴാമ്പലിനോട് പറയുക, ലാ തഹസൻ. നീ ദുഃഖിക്കരുത്, നീ വിഷമിക്കരുത്. അന മഅക ഞാൻ നിന്നോടൊപ്പമുണ്ട്. അത് കേട്ട് വേഴാമ്പൽ എന്ത് മറുപടി പറഞ്ഞു? അൽഹംദുലില്ലാ അള്ളാനാണ് സർവസ്തുതിയും. ഉസ്രത്തി അപ്പോൾ എൻ്റെ കുടുംബമോ? ഉസ്രത്തി എൻ്റെ ഫാമിലി എവിടെ? അപ്പോൾ ആ പൊത്തിനകത്ത് വേഴാമ്പലിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അല്ലേ? ആദ്യം അന്വേഷിച്ച എന്താണ്? ഉസ്രത്തി എൻ്റെ കുടുംബം എവിടെയാന്ന് ചോദിച്ചേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുടുംബത്തിന് എന്താ സംഭവിച്ചതെന്ന് പിന്നെ കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് എക്സസൈസ് ചെയ്ത് നോക്കിയാലോ? നഖ്റഉ വനുലാഹിളു.
നമുക്ക് വായിക്കാം, നിരീക്ഷിക്കാം. ഫസ്റ്റിലത്തെ എന്താണ്? സഖത്തൽ ഹുസ്നു. സഖത്ത വീണു, അൽ ഹുസ്നു ശിഖരം, കൊമ്പ്, മരത്തിൻ്റെ കൊമ്പ്. അലർരിജിലി, അലർരിജിലി ഓൺ ദ ലെഗ്, കാലിന് മുകളിലാണ് വീണത്. സോഹൽ ബൂക്കീറു, സോഹ എന്ന് പറഞ്ഞാൽ കൂകി വിളിച്ചു. അൽ ബൂക്കീറു, ബൂക്കീർ നിലവിളിച്ചു, കരഞ്ഞു. കൊമ്പ് കാലിൽ വന്ന് വീണപ്പോൾ കരയൂലേ? ഇനി എഴുതിയിരിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കേ. അവിടെ റെഡ് കളറിൽ എന്തോ കൊടുത്തിട്ടുണ്ടല്ലേ? റെഡ് കളറിൽ ഏത് ലെറ്ററാണ് കൊടുത്തേക്കുന്നേ? ലാം. അലിഫും ലാമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അലിഫും ലാമും ചില അക്ഷരങ്ങൾക്ക് മുമ്പിൽ വന്നാൽ നമ്മൾ ആ ലാമിനെ ഉച്ചരിക്കും. എന്നാൽ ചില അക്ഷരങ്ങൾക്ക് മുമ്പിലാണ് വരുന്നതെങ്കിൽ ലാമിനെ ഉച്ചരിക്കത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം അതേതൊക്കെ അക്ഷരങ്ങളാണെന്ന്. നമുക്ക് അറബിക്കിൽ 28 അക്ഷരങ്ങളുണ്ട്. ഈ 28 അക്ഷരങ്ങളിൽ 14 മുമ്പിൽ അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ ലാം നമ്മൾ ഉച്ചരിക്കത്തില്ല. എന്ന് ബാക്കി 14 മുമ്പിലോ അലിഫ്ലാം വന്നാൽ ലാം ഉച്ചരിക്കും. ലാം ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെ ഗ്രീൻ കളറിലും ലാം ഉച്ചരിക്കേണ്ടാത്ത അക്ഷരങ്ങളെ യെല്ലോ കളറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കണേ. നെക്സ്റ്റ് എക്സസൈസ് എന്താണ്? നഖ്റഉൻ നസ വനഖ്താറുൽ കലിമാത്തിൽ മബ്ദൂഅത ബി അലിഫ് ലാം വനുമയ്യിസ്. നഖ്റഉൻ നസ നമ്മുടെ പാഠഭാഗം വായിച്ചു നോക്കണം. നമുക്ക് വനഖ്താറുൽ കലിമാത്തിൽ മബ്ദൂഅ, നമുക്ക് വാക്കുകളെ കണ്ടുപിടിക്കണം, തിരഞ്ഞെടുക്കണം. ബി അലിഫ് ലാം, അലിഫ് ലാം കൊണ്ട് തുടങ്ങുന്ന വാക്കുകളെ കണ്ടുപിടിക്കണം. വനുമയ്യിസ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ തരംതിരിച്ചെഴുതാം. എങ്ങനെയൊക്കെ എഴുതാം? അലിഫ് ലാമിൽ ലാം ഉച്ചരിക്കുന്നത് ഫസ്റ്റ് കോളത്തിൽ, ലാം ഉച്ചരിക്കപ്പെടാത്തത് സെക്കൻഡ് കോളത്തിലായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ. ഫസ്റ്റ് പേജിൽ അലിഫ് ലാം വരുന്ന വാക്കുണ്ടോ? ഇല്ല. അടുത്ത പേജിലോ? അരീഹു, അൽ അസ്ജാറു, അൽ മത്തർ. അടുത്ത പേജിലോ? അൽ ഖുറാബു, അൽ ഖിർബാൻ, അൽ ബൂഖീർ. നെക്സ്റ്റ് പേജിൽ അൽ ബൂഖീറും അൽ ഖുറാബും നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഇനി ബാക്കിയുള്ളത് എന്താണ്? അൽഹംദു. നമുക്ക് ഈ കോളത്തിൽ എഴുതി നോക്കാം. അങ്ങനെ ഓരോ പേജിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച വാക്കുകൾ എഴുതി. അരീഹു, അൽ അസ്ജാർ, അൽ മത്തർ, അൽ ഖുറാബ്, അൽ ഖിർബാൻ, അൽ ബൂഖീർ, അൽഹംദു. ഒരെണ്ണേ നമുക്ക് ലാം ഉച്ചരിക്കാത്ത വാക്ക് നമുക്ക് കിട്ടിയുള്ളൂ അല്ലേ? ഇനി അതുപോലെ പല സ്ഥലത്തു നിന്നും പല പാഠപുസ്തകത്തിൽ നിന്നും പല പേജുകളിൽ നിന്നും നമുക്ക് കണ്ടുപിടിച്ചെഴുതിക്കൂടെ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അടുത്ത എക്സസൈസ് എന്താണ്? നഖ്റഉ ബി അലിഫ് ലാം. അലിഫ് ലാം ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഏതൊക്കെ അക്ഷരങ്ങളാണ് ലാം ഉച്ചരിക്കുന്നത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് ലാം ഉച്ചരിക്കേണ്ടാത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വാക്ക് ഫറാശത്തുൻ, അൽ ഫറാശത്തു. റീഷത്തുൻ, അർ റീഷത്തു. സാഅത്തുൻ, അസ്സാഅത്തു. കിതാബുൻ, അൽ കിതാബു. ഷംസുൻ, അഷംസു. ഖലമുൻ, അൽ ഖലമു. ദീക്കുൻ, അദ്ദീക്കു. വലതുൻ, അൽ വലതു. തുഫാഹുൻ, അത്തുഫാഹു. റുമാനുൻ, അർ റുമാൻ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം. നുലവിനുൽ കലിമാത്തുൽ മബ്ദൂഅത്തി ബിൽ ഹുറൂഫിൽ ഖമരിയ ബിൽ അഖ്ളരി വശംസിയ ബിൽ അസ്ഫർ. നമുക്ക് ഇവിടെ കുറേ കലിമത്തുകൾ, കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ അറബിക് വേർഡ്സിൽ ശംസിയായ അക്ഷരങ്ങളും ഖമരിയായ അക്ഷരങ്ങളും ഓരോ കളർ അടിക്കണം. അപ്പോൾ ഖമരിയായ അക്ഷരങ്ങൾക്ക്, അതായത് ലാമിനെ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾക്ക് ഗ്രീൻ കളറും, ശംസിയായ അക്ഷരങ്ങളാണെന്ന്, ലാമിനെ ഉച്ചരിക്കപ്പെടാത്ത അക്ഷരങ്ങൾക്ക് ശംസിയായ അക്ഷരങ്ങളെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നതിന് യെല്ലോ കളറും നമുക്ക് കളർ ചെയ്യാം. ടീച്ചർ ഇതിൽ കളർ ചെയ്യേണ്ടത് ഏതാണെന്ന് മാർക്ക് ചെയ്ത് തരാം. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കളർ അടിക്കൂലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അൽ ഖമറു, ഖമർ ഗ്രീൻ കളറിൽ തന്നിട്ടുണ്ട്. അഷംസു, സൂര്യനെയും തന്നിട്ടുണ്ടല്ലേ? അടുത്ത വാക്കുകൾ ഏതൊക്കെയാണ്? അൽ ഖലമു ഗ്രീൻ,
അസ്സമക്കു യെല്ലോ. 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അൽ ബിർക്കത്തു ഗ്രീൻ, അന്നമ്രു യെല്ലോ, അൽ റജുലു യെല്ലോ, അൽ മൗസു ഗ്രീൻ, അൽ ലഫ്ദ യെല്ലോ, അൽ ഹദീഖത്ത് ഗ്രീൻ, അൽ യദു ഗ്രീൻ, അൽ ദുബാബു യെല്ലോ, അൽ ഉദ്നു ഗ്രീൻ, അൽ ജറാദു ഗ്രീൻ, അൽ തുഫാഹു യെല്ലോ, അൽ ഹിന്ദു ഗ്രീൻ, അൽ സൂമു യെല്ലോ, അൽ ഖിയാറു ഗ്രീൻ, അസ്സറാഫത്തു യെല്ലോ, അഷംസു യെല്ലോ, അത്തൊബിലു യെല്ലോ, അൽ ലൊബിയു യെല്ലോ, അൽ ഖുറാബു ഗ്രീൻ, അൽ കൽബു ഗ്രീൻ, അൽ ലഖ്ലഖു യെല്ലോ, അൽ വർദത്തു ഗ്രീൻ, അൽ അലമു ഗ്രീൻ, അസ്സൂസു യെല്ലോ, അദ്ദീഖു യെല്ലോ, അൽ ഫനസു ഗ്രീൻ. അപ്പോൾ എല്ലാവരും നന്നായി കളറടിക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് നോക്കാം. നക്തുബുൽ കലിമാത്തി കമാ ഫിൽ മിസാൽ. നമുക്ക് ഈ ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് പോലെ വാക്കുകൾ എഴുതണം. ഇപ്പം നമ്മൾ കുറേ വാക്കുകൾ വായിച്ചു പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തെഴുതിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ പുറത്തുനിന്ന് കണ്ടെത്തി എഴുതാം. അൽ ഖലമു, അപ്പോൾ അവിടെ അലിഫ്ലാം ഉച്ചരിക്കുന്നത് ആ സൈഡിൽ എഴുതണം. അൽ ലഫ്ദഉ, അപ്പോൾ അൽ ലഫ്ദഉൻ്റെ ആ മോഡലിൽ അലിഫ്ലാം ഉച്ചരിക്കാത്ത വാക്കുകൾ രണ്ടാമത് എഴുതണം. ഗ്രീൻ കളറിലുള്ളത് ഫസ്റ്റ് കോളത്തിലും യെല്ലോ കളറിലുള്ളത് സെക്കൻഡ് കോളത്തിലും എഴുതണം. നമ്മളിപ്പോൾ കുറേ വാക്കുകൾ പഠിച്ചില്ലേ, അത് തന്നെ എടുത്തെഴുതിയാലും മതി. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ടീച്ചർ എഴുതി തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂലേ. നുമയ്യിസുൽ ഹുറൂഫൽ ഖമരിയത വ ശംസിയത. നമുക്ക് ശംസിയായ അക്ഷരങ്ങളെയും ഖമരിയായ അക്ഷരങ്ങളെയും കണ്ടുപിടിച്ചിട്ട് തിരഞ്ഞെടുത്ത് നമുക്ക് എവിടെ എഴുതാം? ഈ ചിത്രത്തിലേക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റിലത്തെ അലിഫ്ലാം ഉച്ചരിക്കപ്പെടുന്ന ലാം ഉച്ചരിക്കപ്പെടുന്നത് ആദ്യത്തെ പിക്ചറിലും, രണ്ടാമത്തെ ഇതിൽ അലിഫ്ലാമിൽ ലാം ഉച്ചരിക്കപ്പെടാത്തത് എഴുതാം. അടുത്തത് വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. നഖ്റഉ, നമുക്ക് വായിക്കാം. സല്ലത്തുൻ, ജന്നത്തുൻ, ബത്തത്തുൻ, മുഅല്ലിമുൻ, ബിത്തീഖുൻ, മുദർരിബുൻ, ഉമ്മുൻ, ഖിത്തുൻ, ദുബ്ബുൻ, അശംസു, അറുമാനു, അസ്സഹ്റത്തു. ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നതിൽ എന്ത് പ്രത്യേകതയുള്ളത്? റെഡ് കളറിൽ എന്താ മാർക്ക് ചെയ്തേക്കുന്നേ? ഷദ്ദിനെ അല്ലേ. അപ്പോൾ ഷദ്ദെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അക്ഷരത്തെ കടിപ്പിച്ച് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഷദ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നൂനിന് ഷദ് കൊടുക്കുമ്പോൾ ഇന്നാന്ന് വായിക്കും. അതായത് ന് പ്ലസ് നായാണെന്ത്? ഇന്ന. അതുപോലെ തന്നെയാണ് ഓരോ അക്ഷരത്തിനെയും കട്ടികൂട്ടി ഉച്ചരിക്കാൻ വേണ്ടിയാണ് ഷദ് കൊടുക്കുന്നത്. അപ്പോൾ ഷദ്ദുള്ള അക്ഷരത്തെ നമ്മൾ കട്ടി കൂട്ടി വേണം ഉച്ചരിക്കാൻ. അർ റുമ്മാൻ, അൽ ഉമ്മു, ജന്നത്തു, സല്ലത്തുൻ. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായല്ലോ. നുലമിനു എന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക. ഷദ്ദിന് എല്ലാവരും കളർ കൊടുക്കൂലേ. നെക്സ്റ്റ് നുറാജിഉൻ നസ വനഖ്താറുൽ കലിമാത്തി ഫീഹ ഷദ്ദ. നമ്മുടെ പാഠഭാഗം വായിച്ചിട്ട് ഷദ്ദുള്ള അക്ഷരങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടുപിടിച്ച് എഴുതണം. പാഠഭാഗം നോക്കിയപ്പോൾ നമുക്ക് 4 വാക്കുകളാണ് കിട്ടിയത്. ഹബ്ബത്തി, അരീഹു, ഉഷുൻ, അരിജിലു. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമ്മൾ പിന്നീട് പാഠഭാഗം കഴിഞ്ഞ് എക്സസൈസിലോട്ടൊക്കെ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചില്ലേ. ഇപ്പം മേളിൽ നമ്മൾ നഖ്റഉ വായിക്കാമെന്നും പറഞ്ഞ് കുറച്ച് വാക്കുകൾ പഠിച്ചു. പിന്നെ അലിഫ്ലാം ചേർത്തെഴുതുമ്പോൾ ആ വാക്കുകൾക്ക് എന്തുണ്ട്? ഷദ്ദുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ എല്ലാം കണ്ടുപിടിച്ച് എഴുതാം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? നഖ്റഉ വായിക്കാം. തിഫ്ലുൻ, മത്തറുൻ, മുഷ്തുൻ, ഹയ്യാത്തുൻ, ളുഫ്റുൻ, അൽമുൻ,
ലഫ്ലുൻ ഹുഫാലുൻ. അപ്പോൾ അടുത്ത എക്സസൈസ് നുലമ്മിനു, കളർ ചെയ്യാം. നമ്മൾ എഴുതുന്നത് എവിടെ നിന്നാണോ തുടങ്ങുന്ന ആ മോഡലിൽ തോ എഴുതുക, കളർ ചെയ്യണേ. നെക്സ്റ്റ് നസുലുൽ ഹുറൂഫ്. നമുക്ക് അക്ഷരങ്ങളെ ക്രമപ്പെടുത്തി എഴുതാം. ലോ ബ് യുൻ ലൊബുയുൻ, ബതലുൻ ബതലുൻ, ലഫ്ലുൻ ലഫ്ലുൻ, ഷറുത്തുൻ ഷർത്തുൻ. എല്ലാവരും വൃത്തിയായിട്ട് എഴുതൂലേ?